ടെക്നോളജീസ്. എല്ലാ വിധത്തിലുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സോളാർ, വാട്ടർ ഹീറ്റർ, ലൈറ്റിംഗ്സ്, ഇൻവെർട്ടർ, ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു. സ്പെക് ടെക്നോളജീസ്. ഈ ശ്മശാനത്തിന്റെ പുറകിലായി കിടക്കുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ചില സ്ഥലം, ആ സ്ഥല ഉടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഹൈന്ദവ ആചാരത്തെ ഗുണപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പരമ്പരാഗത രീതിയെ തകർക്കുവാനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പ്രശ്നമല്ല. നമുക്കിതിന്റെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം. ഏകദേശം 20 വർഷം മുമ്പേ ഇതുപോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം, സേതുവേട്ടനെ പോലെയുള്ള ആളുകൾ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്ന് ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അന്ന് അവിടെ ആ സമരം അവസാനിപ്പിച്ചത്. അന്നത്തെ നമ്മുടെ പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണ് അന്ന് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് നമുക്ക് വിജയിച്ചുകൊണ്ട് ഈ പരമ്പരാഗത ശ്മശാനം നമുക്ക് നിലനിർത്താൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അതേ CPM ഭരിക്കുന്ന കോർപ്പറേഷൻ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ അവരുടെ എന്നുമുള്ള നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളെ ഗുണപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അത്തരമൊരു നടപടികളിലേക്ക് പോയിട്ടുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം ഈ മാസം നമ്മളെ ഹൈന്ദവ വിശ്വാസികളെ എല്ലാവരെയും ഗുണപ്പെടുത്തിക്കൊണ്ട് CPM സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ശബരിമലയിൽ ചില സ്ത്രീകളെ കയറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ് നിരവധി സമയം. ആ വിഷയത്തിൽ എന്തായിരുന്നു CPM എന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? ഹൈന്ദവ ആചാരങ്ങൾ ഇല്ലാതാക്കുവാൻ, ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കുവാൻ മത തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടിക്കൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകമാനം സമര പരിപാടികൾ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിലും നടക്കുകയുണ്ട്. അതിന്റെ ഭാഗമായി നമ്മള് സംസ്ഥാനത്ത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ചില സംഘടനകളുടെ ഒത്താശയോടുകൂടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രാവിലെ CPM-കാരനും രാത്രി സുഡാപ്പിയുമാണ് ചില ആളുകൾ എന്ത് ചെയ്തു? ആ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി ചില സാമൂഹ്യ സംഘടനകളും ബിസിനസ് സംഘടനകളും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കോഴിക്കോട് SM സ്ട്രീറ്റിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. രാവിലെ തന്നെ അവിടുത്തെ കടകളൊക്കെ തുറന്നു. ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. അന്ന് നമ്മൾ പറഞ്ഞു, ഹൈന്ദവ സംഘടനകൾ ആ വിശ്വാസത്തിന്റെ മേൽ പ്രതിഷേധിക്കുവാൻ പോലും നിങ്ങൾ സമ്മതിക്കല്ല എങ്കിൽ തുറന്ന കടകളൊന്നും അതുപോലെ ആ സ്ഥലത്തുണ്ടാവില്ല എന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായി പ്രതിഷേധം നടത്തിയതിന്റെ ഫലമായി അവിടെ ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഹൈന്ദവ ശക്തി എന്താണെന്ന് ഈ കോഴിക്കോടിന്റെ തെരുവുകളിൽ നമ്മൾ കാണിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. അധികം സമയമൊന്നും കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ഒരു വർഷം മുന്നെയാണ്. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം 1929 ഹിന്ദുവല്ല ഇന്നത്തെ ഹിന്ദു എന്നുള്ളത് ഇവിടുത്തെ CPM-കാരനും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ ഗുണപ്പെടുത്താൻ സഹായിക്കുന്ന മത തീവ്രവാദ സംഘടന മനസ്സിലാക്കണം. കോഴിക്കോടിന്റെ മണ്ണില് അങ്ങനെ ഹൈന്ദവ വികാരങ്ങളെ ഗുണപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടത്താമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിയുടെ സ്വർഗത്തിലാണ്. ഒരു സംശയവും വേണ്ട. അതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി പണ്ടത്തെയേക്കാൾ കൂടുതൽ ഇന്ന് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയം വേണ്ട. ഈ സമരം ഒരു സൂചന മാത്രമാണ്. വളരെ സമാധാനപരമായ രീതിയിൽ കൊറോണ പ്രോട്ടോകോളുകളൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങളൊരു സൂചന സമരമാണ്. ഹിന്ദു ഐക്യവേദി അതിൽ മുൻപിൽ നിന്ന് നയിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. RSSന്റെ പരിവാർ പ്രസ്ഥാനങ്ങളടക്കമുള്ള യുവമോർച്ചയടക്കമുള്ള 100 കണക്കിന് സംഘടനയുടെ പിന്തുണയോടെയാണ് ഹിന്ദു ഐക്യവേദി ഇവിടെ സംഘടന ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ സമരം കണ്ട് ഇതൊരു ചെറിയ സമരമാണ്, ഇതിനെ അങ്ങ് മായ്ച്ചു കളയ്ക്കാമെന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സമരം കണ്ട് ഇതിന് തക്കതായ പരിഹാരം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ
വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങൾക്ക് ഈ സമരങ്ങൾക്ക് ഉയർച്ചയടക്കമുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കും. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അതിന് ഞങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ വരുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോ CPM-ന്റെ ചില ആളുകള് ക്ഷേത്രക്കുളങ്ങളിൽ മത്സ്യകൃഷി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷൈനാട്ടന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കോർപ്പറേഷൻ മേയറെ കണ്ടു. അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയെ കണ്ടു. അപ്പൊ സെക്രട്ടറി ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, അത് മത്സ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൃഷ്ണന്റെ അവതാരങ്ങളല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, കൃഷ്ണന് മത്സ്യം മാത്രമല്ല, തവളയുണ്ട്, പാമ്പുണ്ട്, അങ്ങനെ ഒരുപാട് അവതാരങ്ങളുണ്ട്. അങ്ങനെ അവതാരങ്ങൾ വെച്ചാണ് നിങ്ങൾ ഇതിനെ കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് പല വിശ്വരൂപങ്ങളുണ്ട്. ആ വിശ്വരൂപങ്ങൾ നിങ്ങൾ പുറത്തെടുക്കും. അതുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കച്ചവടമാക്കി മത്സ്യകൃഷിയൊക്കെ നടത്തി ഏത് വിധനെയും ഞാനിത് സൂചിപ്പിക്കുക, കാരണം ഒരു ശ്മശാനത്തെ മാത്രമല്ല, ഹൈന്ദവ ആചാരങ്ങളെ അതിനെ എങ്ങനെ തകർക്കണം, അതിന്റെ പരിശുദ്ധിയെ എങ്ങനെ തകർക്കണമെന്നാണ് ഇവിടുത്തെ CPM ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മത തീവ്രവാദികളെ കോർപ്പറേഷനിൽ നടത്തുന്നത് ഈ കോഴിക്കോട്ടിലെ വികസന ചർച്ചകളല്ല നടത്തുന്നത്. അതിന് പകരം അവർ ചിന്തിക്കുന്നത് എങ്ങനെ ഈ കോർപ്പറേഷന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാനുള്ളൂ, ഞങ്ങളുടെ ലക്ഷ്യം ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഹൈന്ദവതയിലൂന്നിയ ഹിന്ദു വിശ്വാസത്തിലൂന്നിയ സംഘടന പ്രവർത്തനം തന്നെയാണ് സംഘപരിവാർ സംഘടനയുടെ ഉദ്ദേശം. അതിനകത്ത് ആർക്കും ഒരു സംശയം വേണ്ട. ഒരു MLA യോ ഒരു MP യോ ഒന്നും ഉണ്ടാക്കുകയാണ് മാത്രമല്ല ഞങ്ങൾ ആത്യന്തിക ലക്ഷ്യം. ഹൈന്ദവ വിശ്വാസത്തെ, ഹൈന്ദവ ധർമ്മങ്ങളെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുക, അത് ഉയർത്തിക്കാട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം, ഞങ്ങളുടെ സംഹിത, ഞങ്ങളുടെ ആദർശത്തിലൂന്നിയ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇലക്ഷനിൽ വിജയിക്കുവാനോ അത് മാത്രമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടികളുമായി പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. വിട്ടുവീഴ്ചയില്ലാത്ത ഹൈന്ദവ ശക്തി അത് വീണ്ടും ഞങ്ങൾ ഈ മണ്ണിൽ കാട്ടാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി, ഇവിടുത്തെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.